ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വലിച്ചെറിഞ്ഞ് കളയുന്ന പ്ലാസ്റ്റിക് കവർ വെച്ചും പാൽ കവർ വെച്ച് എണ്ണ കവർ വെച്ചുള്ള കിട്ടുക്കാറ്റ് സൂത്രങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കും കേട്ടോ. ഇതുപോലെ കവറുകളുണ്ടെങ്കിൽ ആരും വലിച്ചെറിഞ്ഞ് കളയരുത്. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കറണ്ട് ബില്ല് പകുതിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് കൂടെ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ പ്ലാസ്റ്റിക് ഷിമ്മി കവർ എന്ന് പറയുന്ന കവറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൽ കവർ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ക്ലീൻ ആക്കി വെച്ച കവറാണ് കേട്ടോ. ഇനി ഇതിൽ ഒരു കവറിലേക്ക് ഞാൻ വെള്ളം നിറച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം നിറച്ചതിന് ശേഷം നമുക്കൊന്ന് കെട്ടിയെടുക്കാം. പിന്നെ ഒരു ഇതുപോലത്തെ കവറും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് കവറിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നേരെ ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രീസറിൽ വെച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ നോയമ്പൊക്കെ ആയത് കാരണം ഫ്രീസർ എപ്പോഴും ഓൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് വെച്ച് കൊടുത്താൽ മതി. എല്ലാം സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഫ്രീസർ ഓൺ ആക്കി വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കുപ്പിയിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ കറണ്ട് ബില്ല് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും ഇങ്ങനെ ഫ്രിഡ്ജിൽ ചെയ്ത് വെച്ചാൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ രണ്ട് കവറിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നേരെ നമുക്ക് ഇതുപോലൊരു പാത്രത്തിലാക്കി നമുക്ക് ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ച് കൊടുത്തതിന് ശേഷം എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രീസറിൽ വെച്ച് കൊടുത്ത് കുറച്ച് കഴിയും നല്ല കട്ടയായിട്ട് അത് കിട്ടും. എന്നിട്ട് അതവിടെ ഇരിക്കട്ടെ. അത് നല്ലപോലെ തണുത്ത് കട്ടയാകണം. അതിന് വേണ്ടി അത് കുറച്ച് നേരം പിടിക്കും. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സെക്കൻഡ് ടിപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ പാൽ കവറ് അതുപോലെ ഇനി എണ്ണ കവറ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഉഴുന്നുവട ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലിൽ. കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ പാൽ കവറാണെങ്കിലും എണ്ണ കവറാണെങ്കിലും നമ്മൾ കളയാതെ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ നമുക്കിതുപോലെ ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിന് മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ആ ഉഴുന്നുവട ഉണ്ടാക്കുന്ന ഇത് ഉഴുന്നിൻ്റെ അരച്ചത് നമുക്ക് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഹോളാക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് കൊടുക്കണം. കൈയും പൊള്ളത്തില്ല. പെട്ടെന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതൊന്ന് ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അത് ഇതുപോലെ നമ്മുടെ ഇടികല്ലെല്ലാവരും വീടുകളിൽ കാണും. എപ്പോൾ നോക്കിയാലും ഇടികല്ലെന്നും കഴുകാതെ എടുക്കാൻ പറ്റത്തില്ല അല്ലേ. എലി പല്ലി പാറ്റ ഇതെല്ലാം കയറി ഇടികല്ലി ഇരിക്കും. അപ്പോഴത്തേക്കും ആദ്യം നമുക്ക് ഇടികല്ല് ഉപയോഗിച്ചതിന് ശേഷം ഇങ്ങനെ കെട്ടി വെക്കാനായിട്ട് നമുക്ക് ഈ ഇപ്പോൾ പാൽ കവർ വേണേ എടുക്കാം, എണ്ണ കവർ വേണേ എടുക്കാം. ഇപ്പോൾ എണ്ണ കവറാണ് എടുത്തേക്ക്. ഇതിൻ്റെ ലെവലായിട്ട് ഞാൻ പിടിച്ചതിന് ശേഷം ഒരു നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ ഇടികല്ലിൻ്റെ കല്ലില്ലേ അത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ചെറിയ കല്ല് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിങ്ങനെ ഇതിങ്ങനെ വെച്ചതിന് ശേഷം റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ടിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ വലിയ പാറ്റൊന്നും കയറി ഇറങ്ങത്തുമില്ല. നല്ല സൂപ്പറായിട്ട് വൃത്തിയായിട്ട് അവിടെ ഇരുന്നോളും. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇടികല്ലിൻ്റെ ആ കല്ല് ഇതിലേക്ക് ആ ഹോളിലൂടെ അകത്തോട്ടാക്കി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇടികല്ല് എന്നാണെങ്കിലും ഇടികല്ല് ഇങ്ങനെ തുറന്നിരിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഇടികല്ലിൻ്റെ ഈ കുഞ്ഞു കല്ല് ഇങ്ങനെ തുറന്നിരിക്കും. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അതിലും പല്ലിയും പറ്റാൻ കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ എന്തോരം പ്ലാസ്റ്റിക് കുപ്പികളാണ് വലിച്ചെറിയുന്നത്. ആ ഒരു കുപ്പിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ താഴ്ഭാഗം നമുക്കിത് ഈ വീതിയിൽ വേണം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് കമത്തി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഇടികല്ലും അതിൻ്റെ കുഞ്ഞു കല്ലും നല്ല വൃത്തിയായിട്ട് പല്ലി പാറ്റ ഒന്നും കയറാതെ അങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കും. വളരെ നല്ലൊരു ടിപ്പാണിത്. ഇനി അടുത്ത ടിപ്പ്, നമ്മളിപ്പോൾ പാലൊക്കെ ഉപയോഗിച്ചതിന് ശേഷം പാല് നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആ പാലിൻ്റെ കവർ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാതെ അതിലുള്ള പാലിൻ്റെ അംശം കാണുമല്ലോ, അത് ഇങ്ങനെ കവറിന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിനും കൈക്കൊക്കെ നല്ലൊരു സോഫ്റ്റ്നെസ് വരാനും നല്ലപോലെ വെളുക്കാനും ഒക്കെ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതും ഒന്ന് ചെയ്ത് നോക്കും. നല്ലതാണ്. ഇത് കളയുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്തിട്ട് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും. വളരെ നല്ലൊരു ടിപ്പാണിത്. ഞാനിങ്ങനെ ചെയ്യാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി ഞാൻ അടുത്തത് നമ്മൾ ഫ്രീസറിൽ നിന്ന് ആ കട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടയായിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചാലും നമ്മുടെ ഫ്രീസർ എത്ര വർക്ക് ചെയ്താലും ഫ്രിഡ്ജിൻ്റെ ആ ഫ്രീസറിൻ്റെ താഴ്ഭാഗത്തേക്ക് ഫ്രിഡ്ജിലേക്ക് ഇതുപോലെ തണുപ്പ് വരാറില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി തണുപ്പ് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് കറണ്ട് ബില്ല് ഒരുപാട് കൂടുതലാകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുപ്പിയിൽ ഐസ് വെള്ളം നല്ല തണുപ്പിച്ച് താഴോട്ട് ഇറക്കി വെച്ചാലും അതുപോലെ തന്നെ ഇങ്ങനെ ഐസ് കട്ടയാണെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വെച്ചിരിക്കുന്ന ആ ഫ്രിഡ്ജിലോട്ട് ഇങ്ങനെ
ഇറക്കി വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജ് ഓഫ് ആക്കി ഇട്ടാൽ മതി. ഈ ഒരു തണുപ്പ് കൊണ്ട് നമ്മുടെ അതിൻ്റെ അകത്തിരിക്കുന്ന ഫുഡൊന്നും ചള്ളായി പോകത്തുമില്ല. ഈ ഒരു തണുപ്പ് മാത്രം മതി. പിന്നെ ഫ്രിഡ്ജ് ഓൺ ആക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഫ്രീസറിൽ നിന്ന് താഴെ ഫ്രിഡ്ജിലോട്ട് ഇറക്കി വെക്കണം ഐസ് കട്ട. അപ്പോൾ എത്ര ഫുഡ് ഉണ്ടെങ്കിലും നല്ലപോലെ ഇരുന്നോളൂ, ചള്ളായി പോകത്തേ ഇല്ല. ആ തണുപ്പിൽ തന്നെ ഇരുന്ന് ഫ്രിഡ്ജ് ഓഫ് ആക്കി ഇടണം കേട്ടോ. അങ്ങനെ നമുക്ക് കറണ്ട് ബില്ല് ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കൈക്കൊക്കെ പെട്ടെന്നൊരു വേദന ഉണ്ടാവുകയാണെങ്കിൽ, എവിടെ ഇടിച്ചിട്ട് വരുവാണെങ്കിൽ, കുട്ടികളിലൊക്കെ എവിടെ വീണിട്ടൊക്കെ വരുമ്പോൾ നീര് പോലെ ഇരിക്കുമല്ലോ, അവിടെയൊക്കെ നമുക്ക് ഒരു ഐസ് കട്ട എടുത്തിട്ട് ഇത് പാൽ കവറിൽ നിറച്ച് വെക്കുകയാണ്. ഐസ് കട്ട ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നീര് മാറുന്നതായിരിക്കും, ചെറിയ ചെറിയ വേദനകളും മാറുന്നതായിരിക്കും. അതൊന്ന് ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പിനെ ഇതുപോലെ ഡിഷിലേക്ക് നല്ല കട്ടിക്ക് ഒരു തുണി വിരിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക് കവറിൽ വെച്ചിരുന്ന ആ ഐസ് കട്ടയില്ലേ, അത് ഇതുപോലെ തുറന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ കൊണ്ടുവച്ചിട്ട് സന്ധ്യാസമയം രാത്രി കിടക്കുന്നതിന് മുമ്പ് ബെഡ്റൂമിൽ കൊണ്ടുവച്ചതിന് ശേഷം ടേബിൾ ഫാനോ ഉണ്ടെങ്കിൽ അത് ഓണാക്കി ഇടുവാണെങ്കിൽ തന്നെ ഈ വേനൽക്കാലത്ത് നമുക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാനും പറ്റും. ചൂടിനെ വളരെയധികം പെട്ടെന്ന് മാറുകയും നമ്മുടെ ബെഡ്റൂമൊക്കെ തണുത്ത് കിടുകിടാതെ വിറയ്ക്കും കേട്ടോ. അങ്ങനെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റി. AC-യുടെ ഒരു ആവശ്യമേ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ കവറുകളൊന്നും കളയാൻ സൂക്ഷിച്ച് വെക്കണം. ഇത് മാത്രമല്ല, ഈ കവറിൽ സൂക്ഷിച്ച് വെക്കും. ഈ ഐസ് കട്ട വെക്കുമ്പോൾ പെട്ടെന്ന് മെൽറ്റായി പോകത്തില്ല. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ. നല്ലൊരു ടിപ്പാണത്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുട്ടക്കറി ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ നല്ല നെയ്യൊക്കെ കാണും നമ്മുടെ മുട്ടക്കറിയിലും ഇറച്ചിക്കറിയിലും ഒക്കെ. അന്നപ്പോഴത്തേക്ക് ആ നെയ്യൊക്കെ എടുക്കാൻ വേണ്ടി ഒരു ഐസ് കട്ട എടുത്ത് മുക്കിയതിന് ശേഷം ഇതുപോലെ നോക്കിക്കാൻ നെയ്യ് മുഴുവൻ ഐസ് കട്ടയെ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഐസ് കട്ടയും കൊണ്ടുള്ള ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ പാൽ കവർ, എണ്ണ കവറൊന്നും കളയരുതാരും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.